നമസ്കാരം, കുന്നിക്കോട് ലൈവിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കുന്നിക്കോട് തന്നെയാണ്. അപ്പൊ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് ആര് ജയിക്കും എന്ന് നമുക്ക് നമ്മുടെ നാട്ടുകാരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെ പത്തനാപുരത്ത് ആരാ ജയിക്കുന്നത്? ഗണേഷ് കുമാർ. എന്താണ് കാര്യം? ഗണേഷ് കുമാറിനെ ജയിക്കും, ഉറപ്പാണ്. നമ്മുടെ പത്തനാപുരത്ത് ആര് ജയിക്കും? കോൺഗ്രസിന്റെ ആള് ജയിക്കും. കറക്റ്റ്, ഉറപ്പ് തന്നെ. കെ ബി ഗണേഷ് കുമാർ ജയിക്കും. എന്താണ് കാര്യം? അദ്ദേഹം ചെയ്ത വികസനം. നമ്മുടെ പത്തനാപുരത്ത് ആര് ജയിക്കും? ജ്യോതികുമാർ ചമക്കല ജയിക്കും. പത്തനാപുരത്ത് ആര് ജയിക്കും? കെ ബി ഗണേഷ് കുമാർ. അതെന്താ കാര്യം? നാടിന്റെ വികസനം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും 12,000 വോട്ട് ഭൂരിപക്ഷം ജയിക്കും, അത് സംശയമില്ല. നമ്മുടെ പത്തനാപുരത്ത് ആരാ ജയിക്കുന്നത്? ഗണേഷ് കുമാർ തന്നെ തീർച്ചയായിട്ടും ജയിക്കും. അദ്ദേഹം നല്ലൊരു ഗതാഗത മന്ത്രിയല്ലേ. ഗണേഷ് കുമാറേ ജയിക്കത്തുള്ളൂ, ഉറപ്പാ. അതിനൊരു മാറ്റവും ഇല്ല. എന്താണ് കാര്യം? കാര്യം അങ്ങനെ നല്ല ഉപകാരങ്ങളെ കാര്യങ്ങളെ ചെയ്യുന്നത്. അത് ഒന്നും അങ്ങനെ ചെയ്യുന്നതിന്റെ ഭാവി ഒരാളും ചെയ്യാറില്ല. അപ്പൊ ഉറപ്പായിട്ടും ഗണേഷ് കുമാർ ജയിക്കും എന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും ജയിക്കും, അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. പത്തനാപുരത്ത് ആര് ജയിക്കും? വോട്ട് ആർക്ക് കൂടുതൽ കിട്ടുന്നോ അവര് ജയിക്കും. ഈ വോട്ട് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള ആരാണ്? അത് തന്നെ ഞാൻ പറഞ്ഞത്, ആർക്ക് അധികം കിട്ടുന്നോ അവര് ജയിച്ചിരിക്കും, ഉറപ്പ്. നമ്മുടെ പത്തനാപുരത്ത് ആരാ ജയിക്കുന്നത്? ഗണേഷ് കുമാർ തന്നെ, ഉറപ്പായിട്ടും. എന്താണ് കാര്യം? അദ്ദേഹം ഈ ചെയ്യാൻ വേണ്ടി എന്താണുള്ളത് ഈ നാടിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ഈ നാട്ടിലുള്ള കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം. പിന്നെ ആര് എത്ര എന്തൊക്കെ പറഞ്ഞാലും ശരി, ഗണേഷ് കുമാർ തന്നെ വരണം. അതാണ് ഞങ്ങളെയൊക്കെ ആഗ്രഹം. നമ്മുടെ പത്തനാപുരത്ത് ആര് ജയിക്കും? കഴിഞ്ഞ 25 കൊല്ലം കൊണ്ടാണ് ഇവിടെ തന്നെ ഉണ്ട്. അടുത്ത കൊല്ലം ഇവിടെ തന്നെ കാണും. ഗണേശേട്ടൻ തന്നെ ജയിക്കും, ഉറപ്പ്. പത്തനാപുരത്ത് ആര് ജയിക്കും? ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ ജയിക്കും, ഉറപ്പാ. നമ്മുടെ പത്തനാപുരത്ത് ആര് ജയിക്കും? നമ്മളണ്ണൻ ഗണേഷ് കുമാർ, ഉറപ്പ്. 25,000 വോട്ടിന് ഭൂരിപക്ഷമായിട്ടും ജയിക്കും, ഉറപ്പ്. നമ്മുടെ പത്തനാപുരത്ത് ആര് ജയിക്കും? 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ ബി ഗണേഷ് കുമാർ ജയിച്ചിരിക്കും, ഉറപ്പ് തന്നെ. കാരണം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ട്. നമ്മുടെ പത്തനാപുരം ആര് കൊണ്ടുപോകും? ഗണേഷ് കുമാർ കൊണ്ടുപോകും, ഉറപ്പാണ്. ആ നാടിന്റെ വികസനവും ഇതെല്ലാം കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യണ്ടേ. മറ്റവർക്ക് ഇതുവരെ കണ്ണ് കാണാനില്ല. കാരണം അവരെന്ത് പറഞ്ഞാലും വികസനം ഇല്ലെന്ന് പറയാം. അവരെ കണ്ട കാഴ്ചപ്പാടുണ്ടാവും, കുഴപ്പമാണ്. അപ്പം തീർച്ചയായിരുന്നാലും നാട് വികസിക്കണം, എല്ലാം ചെയ്യണമെങ്കിൽ ഗണേഷ് കുമാർ ചെയ്യും. നമ്മുടെ പത്തനാപുരം. നമ്മുടെ പത്തനാപുരത്ത് ആര് ജയിക്കും? കെ ബി ഗണേഷ് കുമാർ. എന്താണ് കാരണം? ഈ വികസനങ്ങളൊക്കെയാണ് കാരണം. നമ്മുടെ പത്തനാപുരത്ത് ആരാണ് ജയിക്കുന്നത്? ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. ഞാൻ ഗണേശന് അനുകൂലമായിട്ട് വർത്തമാനം പറയും. ഗണേശൻ ജയിക്കുന്ന ഞങ്ങളുടെ പരിപൂർണമായിട്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നു. പത്തനാപുരത്ത് LDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ കാരണം ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങൾ, മനുഷ്യന് വേണ്ടുന്ന ഓരോരോ കാര്യങ്ങള്, റോഡ് വികസനം, സ്കൂള്, പിന്നെ പെൻഷന്, മറ്റ് അത്യാവശ്യ കാര്യങ്ങള്, എല്ലാ കാര്യത്തിനും ഗവൺമെന്റും കൂടെ ഉണ്ട്. നമ്മുടെ MLA ആയ മന്ത്രിയും കൂടെ ഉണ്ട്. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളെല്ലാം മുമ്പോട്ടിരിക്കാൻ വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് പത്തനാപുരത്ത് നമ്മുടെ ഗണേഷ് കുമാർ സാർ തന്നെ ജയിക്കും. 25 കൊല്ലമായിട്ട് പുള്ളിക്കാരൻ തന്നെയല്ലേ ഇവിടെ ഉള്ളത്. പിന്നെ അടുത്തോട്ടും പുള്ളിക്കാരൻ തന്നെ വരും, ഉറപ്പ്. പത്തനാപുരത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ ഗണേഷ് കുമാർ ജയിക്കും. അതിന് കാരണം വികസനങ്ങൾ മാത്രമല്ല, അഴിമതി കുറവ്, മറ്റ് സാമുദായിക സംഘർഷങ്ങളൊന്നുമില്ല, പിന്നെ മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ കാരണങ്ങൾ. UDF അധികാരത്തിൽ വന്നിട്ടുള്ള കാലത്തെല്ലാം സാമ്പത്തിക അരാജകത്വവും ട്രഷറി പൂട്ടലും ഒക്കെയാണ് നടന്നിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനും സഹകരിച്ചു പോകാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ, അതായത് കെ ബി ഗണേഷ് കുമാറാണ് ജയിക്കുന്നത്. അതുപോലെ തന്നെ 25 വർഷമായിട്ട് വികസനങ്ങൾ മാത്രം നടത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇനിയും മുന്നോട്ട് ജയിച്ചു പോകുന്നത്. നമ്മുടെ പത്തനാപുരത്ത് ആരാ ജയിക്കുന്നത്? ഗണേഷ്, ഉറപ്പ്. പത്തനാപുരത്ത് ആര് ജയിക്കും? ഗണേഷ് കുമാർ ജയിക്കും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മാറ്റം വരുമെന്നാണ് തോന്നുന്നത്. കാര്യം ഈ മേഖലയിലെ പ്രശ്നങ്ങൾ കാരണം ജ്യോതികുമാർ ചമയ്ക്കാനാണ് ചാൻസ്. ജനത്തിന് സേവനം ചെയ്തിട്ടുള്ളവർ ജയിക്കും. എന്നാലും പത്തനാപുരത്ത് ഇപ്പം നിൽക്കുന്ന കക്ഷികളിൽ ആരാണ് ജയിക്കാൻ സാധ്യത? ജനത്തിന് അറിയാം, നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനം കണ്ടോണ്ടിരിക്കുകയല്ലേ, അവര് ജയിക്കും, ഉറപ്പാ. പത്തനാപുരം ഗണേഷ് കുമാർ ജയിക്കും. എന്താണ് കാര്യം? ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ഗണേഷ് കുമാർ വിജയിച്ചിരിക്കും. നമ്മുടെ പത്തനാപുരത്ത് ആരാണ് ജയിക്കുന്നത്? ഗണേശൻ ജയിക്കും.